മക്കളെ എല്ലാവർക്കും ഹാജാസ് ട്യൂഷൻസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലക്ഷ്യത്തിന്റെ ആദ്യത്തെ സെഗ്മെന്റിൽ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ 2024 എല്ലാ ചോദ്യങ്ങളും സെറ്റായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അത് കണ്ടായിരുന്നോ ക്ലാസ്? അത് കണ്ടില്ലെങ്കിൽ സാറ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കാണണം. അതിനകത്ത് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 2024 ചോദ്യങ്ങളെല്ലാം സാർ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് എഴുതിയെടുക്കണം. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ 2024 എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇന്ന് ഏത് ചാപ്റ്റർ എടുക്കാം? നമുക്ക് ഇന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുക്കാം അല്ലെ. രണ്ടാകൃതി സമവാക്യങ്ങൾ എടുക്കാം. എന്നിട്ട് അതിനകത്തുള്ള ചോദ്യങ്ങളെ നമുക്ക് ചെയ്ത് പഠിക്കാം. ക്ലിയർ ആണോ? 2024 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നും ഏതെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നന്നായിട്ട് ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കണം. 2024 പരീക്ഷയിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നും രണ്ട് ചോദ്യങ്ങളാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അത് രണ്ടും ഗംഭീരമായിട്ട് നമുക്ക് ചെയ്ത് പഠിക്കണം. കാരണം ഈ വരാനിരിക്കുന്ന പരീക്ഷയിൽ 2 ചോദ്യങ്ങളെങ്കിലും മിനിമം ഉണ്ടാവും. നമുക്കത് നേടിയേ പറ്റൂ. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്താണ്? അജയ് ഈസ് 10 years older than രേണുക. ഓക്കെ, രേണുകയെക്കാളും 10 വയസ്സിന് മുതിർന്നതാണ് അജയ്. അപ്പൊ അജയ് ഈസ് 10 years older than രേണുക എന്ന് പറഞ്ഞാൽ രേണുകയെക്കാളും 10 വയസ്സിന് മുതിർന്നതാണ് ആര്? അജയ്. മലയാളം മീഡിയം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നത് കേട്ടോ. ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജ്, അവരുടെ വയസ്സുകളുടെ ഗുണനഫലം 144 ടേക്കിംഗ് ദ ഏജ് ഓഫ് രേണുക ആസ് എക്സ്, രേണുകയുടെ വയസ്സ്, രേണുക എന്ന് പറഞ്ഞ ആളിന്റെ വയസ്സ്, രേണുകയുടെ വയസ്സ് എക്സ് എന്ന് എടുക്കണം. ഏജ് ഓഫ് രേണുക എക്സ്, ഏജ് ഓഫ് രേണുക, ഞാൻ രേണുക എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്ക് ഏജ് ഓഫ് രേണുക എക്സ്. അങ്ങനെയാണെങ്കിൽ അജയ്ക്ക് 10 വയസ്സ് കൂടുതലാണ് രേണുകയെക്കാളും. അജയ്ക്ക് രേണുകയെക്കാളും 10 വയസ്സ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അജയുടെ വയസ്സ് എന്തായിരിക്കും? അജയുടെ വയസ്സ് രേണുകയെക്കാളും 10 വയസ്സ് കൂടുതൽ. അപ്പം x+10. അജയുടെ വയസ്സ് രേണുകയെക്കാളും 10 വയസ്സ് കൂടുതൽ, x+10. അപ്പോ ഈ രണ്ട് കാര്യം ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. അജയ് എന്ന് പറയുന്ന ആളിന് രേണുകയെക്കാളും 10 വയസ്സ് കൂടുതലാണ്. അപ്പം രേണുകയുടെ വയസ്സ് എക്സ് എന്നും അജയുടെ വയസ്സ് x+10 എന്നും എടുക്കണം. ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജ്, അവരുടെ വയസ്സുകളുടെ ഗുണനഫലം. അപ്പം രണ്ടുപേരുടെയും വയസ്സുകളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ ആദ്യം രേണുകയുടെ വയസ്സ്, പിന്നെ അജയുടെ വയസ്സ് x+10. ഇത് രണ്ടിന്റെയും കൂടെ ഗുണനഫലം എന്ന് പറയുന്നത് 144 ഇപ്പൊ ഈ സ്റ്റെപ്പിൽ സാർ എന്താ ചെയ്തത്? രണ്ടുപേരുടെയും, രേണുകയുടെയും അജയുടെയും വയസ്സുകളെ മൾട്ടിപ്ലൈ ചെയ്തു. രേണുകയുടെ വയസ്സ് എക്സ് ആണ്, അജയുടെ വയസ്സ് x+10 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 144 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഈ x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ. ഈ x ഇൻറ്റു 10, 10x ഇസ് ഈക്വൽ ടു 144. ശ്രദ്ധിക്കണം, ഇപ്പോ x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, x ഇൻറ്റു 10, 10x ഇസ് ഈക്വൽ ടു 144. എന്റെ പൊന്നു മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുകയാണ് സാറ്. നമ്മൾ a+b ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. a+b ദ ഹോൾ സ്ക്വയർ. എന്താണ് a+b ദ ഹോൾ സ്ക്വയർ നമ്മളോട് പറയുന്നത്? a+b ദ ഹോൾ സ്ക്വയർ നമ്മളോട് പറയുന്നത് a+b ദ ഹോൾ സ്ക്വയർ. ഓക്കെ, a² പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. പഠിക്കണേ, നന്നായിട്ട് പഠിക്കണേ. ഒരുപാട് ചാപ്റ്ററുകളിൽ ഇത് വരുന്നുണ്ട്. a+b ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഒരു ഫോർമാറ്റിൽ എയുടെ ഈ ബ്രാക്കറ്റ് ഉണ്ടാവുകയും അതിനകത്ത് a എന്നും b എന്നും പറയുന്ന 2 എലമെന്റ് വരികയും അതിന്റെ മുകളിൽ ഒരു സ്ക്വയർ വരികയും ചെയ്താൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ എയുടെ സ്ക്വയർ ആദ്യം എഴുതണം. എന്നിട്ട് ഈ 2 കൊണ്ട് എയും ബിയെയും ഗുണിക്കണം, 2ab. ഇതിന്റെ ഈ ബിയുടെ സ്ക്വയർ മൂന്നാമത് എഴുതണം. ഇതിനെയാണ് a+b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇത് a+bയുടെ എക്സ്പാൻഡഡ് ഫോമിൽ ഈ a² ആ സ്ഥാനത്താണ് നമുക്ക് x² കാണാൻ പറ്റണേ. ഈ 2ab സ്ഥാനത്താണ് ഈ 10x ഇരിക്കുന്നത്, 10x. b² സ്ഥലത്ത് ഒരാളുണ്ട്, പക്ഷെ അയാൾ ഇവിടെ ഇല്ല, മിസ്സിംഗ് ആണ്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഡഡ് ഫോമില് ഈ ആദ്യത്തെ പാർട്ട് ഉണ്ട്, എ സ്ക്വയർ എന്ന് പറഞ്ഞ പാർട്ട് ഉണ്ട്, 2ab എന്ന് പറഞ്ഞ പാർട്ട് ഉണ്ട്, ബി സ്ക്വയറിന്റെ അവിടുത്തെ ആളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാ, ബി സ്ക്വയറിന് പറയുന്ന സ്ഥലത്ത് ആളെ കണ്ടുപിടിക്കാൻ ഈ 2ab അവിടെ വരുന്ന നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ എടുത്താൽ മതി. ഒന്നുകൂടെ പറയാം, 2ab അവിടെ ഈ 2ab അവിടെ വരുന്ന ആളിന്റെ പകുതിയുടെ, അതവിടെ ഒരു നമ്പർ ഉണ്ടല്ലോ, 2ab ഇവിടെ എന്ത് നമ്പറാ വന്നിരിക്കുന്നത്? 10. അതിന്റെ പകുതി എത്രയാ? 5. അതിന്റെ സ്ക്വയർ അവിടെ എഴുതിയാൽ മതി. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 10x ഉണ്ട്. ഇവിടെ ബി സ്ക്വയറിന്റെ അവിടെ മിസ്സിംഗ് ആണ്. ഇവിടെ ആരെ എഴുതണം? 2ab അവിടെ വന്ന നമ്പറിന്റെ പകുതി എടുക്കുക, 5. അതിന്റെ സ്ക്വയർ എടുക്കുക, 5ന്റെ സ്ക്വയർ. കണ്ടോ? ഇസിക്കൽ ടു ഇവിടെ 144 ഈക്വൽ സൈനിന്റെ അപ്പുറത്തുള്ളത്. നമ്മൾ ഈക്വൽ സൈനിന്റെ ഇപ്പുറത്ത് 5ന്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിലും 5ന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞേ, ലെഫ്റ്റ് സൈഡിൽ 5ന്റെ സ്ക്വയർ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തത് കൊണ്ട് റൈറ്റ് സൈഡിലും 5ന്റെ സ്ക്വയർ കൊടുക്കണം. ഇപ്പോ ഇത് കണ്ടോ, ഇത് a സ്ക്വയർ, ഇത് 2ab, ഇത് b സ്ക്വയർ. ഇനി നമ്മൾ ഇതാണ് എക്സ്പാൻഡഡ് എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടി വച്ചിരിക്കുന്നത്, വിപുലീകരിച്ചത്. ഇനി അതിനെ നമ്മൾ ചുരുക്കണമെങ്കിൽ അപ്പൊ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ചുരുങ്ങിയാൽ എന്താവും? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആവും. ഇതിനെ ചുരുക്കുമ്പോ a സ്ക്വയറിന്റെ അവിടെ എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ. അതിൽ നിന്ന് ഒരു എക്സ് എടുക്കുക, എക്സ്. ബി സ്ക്വയറിന്റെ അവിടെ എന്താ ഉള്ളത്? 5ന്റെ സ്ക്വയർ. അതിൽ നിന്ന് ഒരു 5 എടുക്കുക, പ്ലസ് 5 എടുക്കുക. ഒന്നുകൂടി, എ സ്ക്വയറിന്റെ അവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു എക്സ് എടുക്കണം. ഈ 5ന്റെ ബി സ്ക്വയറിന്റെ അവിടെ 5ന്റെ സ്ക്വയർ, അതിൽ നിന്ന് ഒരു 5 എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് എഴുതണം, സ്ക്വയർ ആക്കി കൊടുക്കണം. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 10x, അവിടെ നോക്കൂ, എക്സ് സ്ക്വയർ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, എക്സ് സ്ക്വയർ ഉണ്ട്. ഈ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5ന്റെ സ്ക്വയർ. ഇതിനെ നമ്മളിപ്പോ ഈ എക്സ്പാൻഡഡ് ആയി കാണുന്ന ഇതിനെ നമ്മൾ ചുരുക്കുമ്പോൾ അതെന്തായി മാറും? എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ആയി മാറും. ഈ കാണുന്ന രൂപത്തിലായി മാറും. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കൂ, 144 പ്ലസ് 25. 144ഉം 25ഉം എത്രയാണെന്ന് നോക്കാം. എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ സമം 144ഉം 25ഉം 169 അല്ലേ? ആണ്. ഈ സ്ക്വയറിനെ മാറ്റാൻ സമത്തിന്റെ അപ്പുറത്തുള്ള ആളിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ എക്സ് പ്ലസ് 5 സമം റൂട്ട് ഓഫ് 169. ഇനി ഇവിടെ എക്സ് പ്ലസ് 5 സമം റൂട്ട് ഓഫ് 169 13 ആണ്. പ്ലസ് ഓർ മൈനസ് 13 എന്നാണ് വരിക. പ്ലസ് ഓർ മൈനസ് 13. ഞാനിപ്പോ 13 എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു 13. ഈ 5 അപ്പുറത്ത് പോകുമ്പോ മൈനസ് 5. 13 5 പോയാൽ 8. എക്സിന്റെ വാല്യൂ കിട്ടി 8 ആണ്. ആരാണ് 8? therefore ഏജ് ഓഫ് രേണുകയുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അജയുടെ വയസ്സ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ 10 കൂട്ടണം, 8ന്റെ കൂടെ 10 കൂട്ടണം. 8 പ്ലസ് 10 ഇസ് ഈക്വൽ ടു 18. അപ്പോ നമുക്ക് രേണുകയുടെ വയസ്സ് 8 എന്നും അജയുടെ വയസ്സ് 18 എന്നും കിട്ടും. അപ്പോ പക്കയായിട്ട് ഈ ചോദ്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ വന്നാലും ഇതിന്റെ മാർക്ക് എത്രയാണ് എന്നുള്ളത് ഞാൻ നോക്കിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 4 മാർക്കിൽ കൂടുതൽ ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ രേണുകയുടെയും അജയുടെയും വയസ്സിനെ സംബന്ധിക്കുന്ന ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്ത് പഠിച്ചത്. നല്ല കൃത്യമായി ഗംഭീരമായി പഠിക്കുക. ഈ ഒരു സെഗ്മെന്റ് ഫോളോ ചെയ്യണം. എല്ലാവരോടും ഈ സെഗ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. കാരണം ഇത് നമുക്ക് തന്നെ അറിയാം, യൂട്യൂബിനകത്ത് ഇങ്ങനെ ഒരു ക്ലാസ് ഇല്ല. ഇത്രയും വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ക്ലാസ് യൂട്യൂബിനകത്ത് ഇല്ല. അപ്പോ അതുപോലെ ഇനി നമ്മൾ ഈ 2024 ചെയ്തു കഴിഞ്ഞാൽ, ഓരോ ചാപ്റ്ററിന്റെയും 2024 ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2024 തന്നെ മോഡൽ എക്സാം, 2023 മോഡൽ എക്സാം, 2023 പബ്ലിക് എക്സാം, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പുതുതായി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സൊല്യൂഷൻസും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് മാത്സ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക. നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടി ഇതിനകത്ത് കിട്ടും. നമ്മുടെ പെയ്ഡ് ക്ലാസ്
500 രൂപയാണ്. 500 രൂപ. അപ്പൊ നോക്കി മന്ത്ലി 500 ആണോ? അല്ല. ടോട്ടൽ നിങ്ങൾ 500 രൂപ കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫിസിക്സിന്റെ, കെമിസ്ട്രിയുടെ, ബയോളജിയുടെ, മാത്സിന്റെ കംപ്ലീറ്റ് ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. അത് അടിപൊളിയായിട്ട് ഈ വരാനിരിക്കുന്ന പരീക്ഷയിൽ, മാർച്ചിലെ പരീക്ഷയിൽ ഈ ഒരു പുറത്തു നിന്ന് ഒരൊറ്റ ചോദ്യം ചോദിക്കത്തില്ല. അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഫീസ്, ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 500 രൂപയും GST 90 രൂപയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് 590 രൂപയായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആവുന്ന രീതിയിൽ കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നമ്പർ, ഞാനിവിടെ നോട്ട് ചെയ്യാം. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്ന ഒരു ഫീസാണ്. എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫീസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 ആഡഡ് ടു ദ നമ്പർ. ഫൈൻഡ് ദ നമ്പർ. അപ്പം ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു, ഒരു സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് ആ സംഖ്യയോട് 12 കൂട്ടിയതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? ശ്രദ്ധിക്കൂ, ഇവിടെ നമുക്ക് ഒരു സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംഖ്യ ഏതാണെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് ലെറ്റ് ദ നമ്പർ ബി എക്സ്. സംഖ്യ എക്സ് എന്നിരിക്കട്ടെ. ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 ആഡഡ് ടു ദ നമ്പർ. അപ്പോ ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ആ സംഖ്യയോട് 12 കൂട്ടിയതിന് തുല്യമാണ്. നമുക്ക് നമ്പർ ഏതാണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് എടുത്തു. ആ നമ്പറിന്റെ സ്ക്വയർ, ഒരു നമ്പറിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആ നമ്പറിനോട് 12 കൂട്ടിയതിന് തുല്യം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 12. ഇനി നമുക്ക് ഈ എക്സ് പ്ലസ് 12നെ ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോവാം. അപ്പോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12 ഇസ് ഈക്വൽ ടു 0. ഇതിപ്പോ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ചെയ്യേണ്ടത്, ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഈ കണക്കിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. രണ്ടെന്ന് പറയുന്നത് നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതില് ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെക്കണം. ബി സ്ക്വയർ മൈനസ് 4ac ആദ്യമേ കണ്ടുപിടിക്കണം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഇവിടെ കണ്ടോ, ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയണേ. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിനകത്ത് എക്സ് സ്ക്വയറുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എ എന്ന് പറയണേ. എ 1 ആണ്, ഒരു എക്സ് സ്ക്വയറേ ഉള്ളൂ. ഇവിടെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സുകളുടെ എണ്ണമാണ്. എക്സ് മൈനസ് 1 ആണ്. മൈനസ് ആ ചിഹ്നമാണ്, എക്സിന്റെ അടുത്തിരിക്കുന്ന ചിഹ്നം. എക്സിന്റെ എണ്ണം എത്ര എക്സ് ഉണ്ട് അവിടെ? ഒരെണ്ണം, മൈനസ് 1 ആണ്. സി എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാത്ത ഒരു ടേം, ഒരു നമ്പർ അവിടെ ഉണ്ട്. ആ നമ്പറിന്റെ മുമ്പിൽ ഒരു ചിഹ്നമുണ്ട്, മൈനസ് 12. ഇതാണ് ഈ കാണുന്നുണ്ടോ? ഇതാണ് എയും ബിയും സിയും. ഇതെടുത്തത് ഇവിടെ കൊടുത്തിട്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1ന്റെ സ്ക്വയർ. അടുത്തൊരു മൈനസ് കിടപ്പുണ്ട്. 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 12. കണ്ടോ, മൈനസ് 1ന്റെ സ്ക്വയർ 1, മൈനസ് 4 ഇൻറ്റു മൈനസ് 12 എത്രയെന്ന് ചോദിച്ചാൽ പ്ലസ് 48. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 49 എന്ന് കിട്ടും. കണ്ടോ, 49. ഇനി നമ്മൾ ഈ 49 എടുത്ത് ഇക്വേഷനിലേക്ക് കൊടുക്കണം. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനന്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡിസ്ക്രിമിനന്റ്, വിവേചകം. ഈ വാല്യൂ പോസിറ്റീവ് ആയാൽ നമുക്ക് എക്സിന് 2 വിലകൾ കിട്ടും, 2 ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. ബി സ്ക്വയർ മൈനസ് 4ac 49 കിട്ടിയെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ മൈനസ് ബി, ഇവിടെ പ്ലസ് മൈനസ്. ഓക്കെ, ആക്ച്വലി ഇതിനകത്ത് 2 രീതിയിലോട്ട് മാറും. പ്ലസും കൊടുക്കാം മൈനസും കൊടുക്കാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വരെ 49 ഡിവൈഡ് ബൈ 2a. 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. 2a 2 ഇൻറ്റു 1 ഇസിക്കൽ ടു മൈനസ് ബിക്ക് പകരം എന്താ കൊടുക്കേണ്ടേ? അത് പറഞ്ഞില്ലല്ലോ നമ്മൾ. ഈ മൈനസ് ബിക്ക് പകരം ബി എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. ബി എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 1 ആണ്. 1 പ്ലസ്, ഇവിടെ പ്ലസ് അല്ലെങ്കിൽ മൈനസ്. ഈ റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7 ബൈ 2.
ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സ് ഇസ് ഈക്വൽ ടു 1ന്റെ അവിടെ പ്ലസ് എടുക്കുന്നു. 1 പ്ലസ് 7 ഡിവൈഡ് ബൈ 2. അപ്പോ 8/2 സമം 4. ഇനി അടുത്തതില് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സ് ഇസ് ഈക്വൽ ടു 1 നമ്മൾ നേരത്തെ പ്ലസ് എടുത്തു, മൈനസ് എടുത്തില്ല. 1 മൈനസ് 7 ഡിവൈഡ് ബൈ 2. അപ്പോ മൈനസ് 6/2 വെട്ടിപ്പോകുമ്പോ -3 എന്ന് കിട്ടുന്നു. അപ്പൊ എക്സിന് 2 വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? എക്സിന്റെ സൊല്യൂഷൻസ് 4 ഉണ്ട്, -3 ഉണ്ട്. ക്ലിയർ ആണ്? ഇതാണ് ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യുന്നത്. മിക്കവാറും കുട്ടികൾക്ക് തെറ്റാതെ ഒരു വ്യക്തതയോടെ കിട്ടണമെങ്കിൽ ഈ മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. പിന്നെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അത് സാറ് പറയണോ വേണ്ടേ എന്നുള്ളതാണ്. കാരണം ഒരു രീതി ഇതാണ്. ഫാക്ടറൈസേഷന്റെ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ലെറ്റ് ദ നമ്പർ ഈസ് ഈക്വൽ ടു എക്സ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറിന്റെ സ്ക്വയറും എക്സ് സ്ക്വയറും ആ നമ്പറിന്റെ കൂടെ 12 കൂട്ടിയതും ഈക്വൽ ആണ്. അപ്പൊ ഇതിനെ ഇത്രയും നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12 ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോമായി. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഇവിടെ ഒരു -12 എന്ന് പറയുന്ന ഒരു സംഭവത്തെ കാണാം. ഏത് 2 നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുക നോക്കണം. 1 × 12 12 ആണ്. 2 × 6 12 ആണ്. 4 × 3 12 ആണ്. ഈ 3 ജോഡികളെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 കിട്ടും. പക്ഷേ നമുക്ക് ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 കിട്ടണം. എക്സിന്റെ കൂടെ എന്ത് നമ്പരാ ഉള്ളത്? 1 ആണ്, -1. കൂട്ടുമ്പോൾ -1 കിട്ടണം. അതായത് ഗുണിക്കുമ്പോൾ -12ഉം കൂട്ടുമ്പോൾ ഇവിടെ വരുന്ന നമ്പർ -1 കിട്ടണം. -1. എക്സിന്റെ എണ്ണം ഇവിടെ എക്സിന്റെ ചിഹ്നവും എക്സിന്റെ എണ്ണവും എടുത്ത് എഴുതുക. അപ്പൊ ഗുണിക്കുമ്പോൾ -12ഉം കൂട്ടുമ്പോൾ -1 കിട്ടുന്ന ഒരു ജോഡിയാക്കി ഇതിനകത്തുനിന്ന് ഏതിനെ എടുക്കാൻ കഴിയും എന്ന് നോക്കുക. എന്തായാലും 1ഉം 12ഉം കൂട്ടിയിട്ട് നമുക്ക് ഒരിക്കലും അതിനെ 1 മാറ്റാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ എടുക്കാൻ പറ്റൂല. രണ്ടാമത് 2ഉം 6ഉം എങ്ങനെയൊക്കെ നമ്മൾ കൂട്ടിയാലും -1 മാറ്റാൻ കഴിയില്ല, വെട്ടുക. 4ഉം 3ഉം ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയാൽ 4ലും 3ലും ഗുണിച്ചാൽ -12ഉം ഗുണിച്ചാൽ -12ഉം കൂട്ടിയാൽ -1ഉം ഗുണിക്കുമ്പോൾ -12ഉം എന്നാൽ കൂട്ടിയാൽ -1ഉം കിട്ടുന്ന ഒരു ജോഡിയാക്കി നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയും. എന്ത് ചെയ്താൽ മതി? 4ഉം 3ഉം എടുക്കുക. 4 3 ഗുണിച്ചാൽ എത്ര കിട്ടണം? 12 കിട്ടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 3ന്റെ അവിടെ അല്ലെങ്കിൽ 4ന്റെ അവിടെ നമുക്കൊരു മൈനസ് കൊടുക്കാം. 4ന്റെ അവിടെ മൈനസ് കൊടുക്കാം. നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കിയേ, നമുക്ക് -12 കിട്ടും അല്ലേ? കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് കൂട്ടി നോക്കിയേ, നമുക്ക് -1 കിട്ടും. -4 3ഉം കൂട്ടിയാൽ -1 കിട്ടും. യവനാണ് നമുക്ക് പിക്ക് ചെയ്യേണ്ട ജോഡികൾ. ഇനി കേട്ടോ, ഫോർമുലയിലേക്ക് പോവാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഇതിന്റെ കൂടെ ഈ എക്സ് സ്ക്വയറിലെ ഒരു എക്സ് എടുത്ത് ഇവിടെ കൊടുക്കുക. x-4 കണ്ടോ? ഇനി ഇതിൽ നിന്ന് ഒരു എക്സ് എടുത്ത് ഈ എക്സ് സ്ക്വയറിൽ നിന്ന് ഒരു എക്സ് എടുത്ത് ഇതിനെ എക്സുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുക. x+3 കണ്ടോ ഇസ് ഈക്വൽ ടു 0. അപ്പോ ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോ x-4 ഇൻറ്റു x+3 = 0 എന്ന് കിട്ടി. ഇവിടെ വെച്ച് നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. x-4 ഇസ് ഈക്വൽ ടു 0, x+3 ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ -4നെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. x ഇസ് ഈക്വൽ ടു 4. ഈ x+3യിലെ +3 അപ്പുറത്ത് കൊണ്ടുവരിക. x ഇസ് ഈക്വൽ ടു -3. കണ്ടോ? എക്സിന് 2 വാല്യൂസ് കിട്ടി. സോ therefore the solution of x എന്ന് തന്നെ എഴുതണം. the solution of x, എക്സിന്റെ പരിഹാരങ്ങൾ, the solution of x are ഏതൊക്കെയാണ്? 4ഉം -3. ഓക്കെ, ഇങ്ങനെ 2 മെത്തേഡ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, ഒരു ഡൗട്ടും വേണ്ട. അപ്പോ നമുക്ക് ലക്ഷ്യം എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റിലെ 2 ചാപ്റ്ററുകളാണ് നമ്മൾ കവർ ചെയ്തത്. ആദ്യത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു സെഗ്മെന്റ് ഫോളോ ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിന് ഈ ക്ലാസ് റെക്കമെൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം.